മകരസംക്രാന്തി കഴിഞ്ഞിട്ടും തുലാം 1-ാം തീയതി കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ടും 100 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വീണ്ടും ഹൈന്ദവ ധർമ്മത്തെയും അനുഷ്ഠാനങ്ങളെയും തകർക്കാനുള്ള എല്ലാ പരിപാടികളും പരാജയപ്പെട്ടിട്ടും ആക്രമം ഹിന്ദുവിന് നേരെ തുടരുന്നത് പോലെ ഇതൊന്ന് കേൾക്കുക. ശബരിമലയിൽ വീണ്ടും ആചാരലംഘനം നടത്താനുള്ള നീക്കം പരാജയപ്പെട്ടു. അയ്യപ്പ ഭക്തർ തടഞ്ഞതിനെ തുടർന്ന് കണ്ണൂരിലെ CPM പ്രവർത്തകരായ രേഷ്മ നിശാന്ത്, ഷനില എന്നിവരെ നീലിമലയിൽ നിന്നും തിരിച്ചിറക്കി. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 7 ഭക്തരെ അറസ്റ്റ് ചെയ്തിരുന്നു. പമ്പയിൽ എത്തിച്ച യുവതികളെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ശബരിമലയിൽ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത കണ്ണൂർ KAP ബറ്റാലിയൻ ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ് 2 യുവതികളും 6 പുരുഷന്മാരും അടങ്ങുന്ന സംഘം എത്തിയത്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ നിന്നുള്ള രേഷ്മ നിശാന്തും ഷനിലയും ആചാരലംഘനത്തിനായി ശബരിമലയിലേക്ക് പോലീസ് അകമ്പടിയോടെ എത്തിയത്. തുടർന്ന് പമ്പയിൽ നിന്നും മല ചവിട്ടിയ ഇവരെ നീലിമലയിൽ വെച്ച് ഭക്തർ തടഞ്ഞു. ആദ്യം വിരലിലെണ്ണാവുന്ന ഭക്തർ മാത്രമായിരുന്നു നാമജപ പ്രതിഷേധവുമായി എത്തി യുവതികളെ തടഞ്ഞത്. എന്നാൽ പിന്നീട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ ഭക്തരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയെങ്കിലും കൂടുതൽ ഭക്തർ പ്രതിഷേധവുമായി തടിച്ചുകൂടിയത് യുവതികളെ മലചവിട്ടിക്കാനുള്ള പോലീസ് നീക്കത്തിന് തിരിച്ചടിയായി. തുടർന്ന് 4 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിൽ ഭയന്ന് യുവതികളെ പോലീസ് തിരിച്ചിറക്കി. ശേഷം ഇവരെ എരുമേലിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് മണിയാർ AR ക്യാമ്പിലേക്ക് മാറ്റി. അതേസമയം സന്നിധാനത്തെയോ പമ്പയിലെയോ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് നടന്ന ആചാരലംഘന നീക്കം അറിഞ്ഞിരുന്നില്ല. കേരള പോലീസ് AR ക്യാമ്പിലെ 4-ാം ബറ്റാലിയനിലെ SI രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ പോലീസ് അസോസിയേഷൻ ഭാരവാഹികളായിരുന്നു ഇന്ന് നടന്ന യുവതീ പ്രവേശന നീക്കത്തിന് ചുക്കാൻ പിടിച്ചത്. ഇവർ ഇന്നലെ തന്നെ പമ്പയിലെത്തുകയും ഡ്യൂട്ടിയിലില്ലാതിരുന്നിട്ട് പോലും പോലീസിന്റെ വയർലെസ് ദുരുപയോഗം ചെയ്ത് യുവതികൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തിരുന്നു. ഡ്യൂട്ടിയിലില്ലാതിരുന്ന ഇവർ ചട്ടലംഘനം നടത്തി യുവതികളെ മലകയറ്റാൻ തുനിഞ്ഞത് സർക്കാർ പിന്തുണയോടെയാണ് എന്നും ഇതിലൂടെ വ്യക്തമാവുകയാണ്. മണ്ഡല മകരവിളക്ക് കഴിഞ്ഞ് ശബരിമല നടയടയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഏതു വിധേനയും ആചാരലംഘനം നടത്താനുള്ള നീക്കത്തിലാണ് സർക്കാർ. എന്നാൽ യാതൊരു കാരണവശാലും അത് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഭക്തർ. ടീം ജനം, പമ്പ.